Hi students, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അതിൻ്റെ ഡെഫിനേഷനും ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നും അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഞാൻ മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. അപ്പോൾ it is difficult to display an image of any size on the computer screen. This method is simplified by using computer graphics. Graphics on the computer are produced by using various algorithms and techniques. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഓരോ ഡിവൈസസിനും ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസാണ് ഉണ്ടാവുക. എല്ലാ ഡിവൈസസിൻ്റെയും സ്ക്രീൻ സൈസ് ഒരുപോലെ ആവണമെന്നില്ല. സോ ആ ഒരു ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസിൽ അതിന് യോജിക്കുന്ന രീതിയിൽ ഒരു ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ചിട്ട് പല പിക്ചേഴ്സും പല ഇമേജസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒരുപാട് അൽഗോരിതംസും പലതരത്തിലുള്ള ടെക്നിക്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ അൽഗോരിതം ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമുക്ക് ഓരോ സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ആ സ്ക്രീനിൻ്റെ മുകളിൽ ഇമേജസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട് കുറച്ച് അൽഗോരിതംസും ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ സ്ക്രീനിൻ്റെ മുകളിൽ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇൻവോൾവ്സ് technology to access. The process transforms and presents information in a visual form. അപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമ്മുടെ ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഫോർമേഷൻ പലതരത്തിലുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവും അല്ലേ. ആ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനെയും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമ്മുടെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വിഷ്വൽ ഫോമിലാണ്. വിഷ്വൽ ഫോം ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മെമ്മറിയിൽ വിഷ്വൽ ആയിട്ടുള്ള ഫോമാണ്, വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെമ്മറിയിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മളെ മെമ്മറിയിൽ കുറേ സമയത്തേക്ക് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കുക സാധിക്കുക ഒരു വിഷ്വൽ ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും. അല്ലാണ്ട് ഒരു ടെക്സ്റ്റ് അപ്പിയറൻസിനെക്കാട്ടും നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും മെമ്മറിയിൽ കുറേ സമയം മെമ്മറിയിൽ നിൽക്കുകയൊക്കെ ചെയ്യുക വിഷ്വൽ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസിനെ ഒരു വിഷ്വൽ ഫോമിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ദ റോൾ ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇൻസെൻസിബിൾ. ഇൻ ടുഡേ ലൈഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഹാസ് നൗ ബിക്കം എ കോമൺ എലമെൻറ്റ് ഇൻ യൂസർ ഇൻ്റർഫേസസ്, TV, കൊമേഴ്ഷ്യൽ മോഷൻ പിക്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ലൈഫിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ് അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. സോ അവിടെയൊക്കെ നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരാറുണ്ട്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇസ് ദ ക്രിയേഷൻ ഓഫ് പിക്ചേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടെ പിക്ചർ ക്രിയേഷൻസ് ഒക്കെയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. പിക്ചറിനെ ക്രിയേറ്റ് ചെയ്യാം. ദി എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇസ് എ പിക്ചർ. ഇറ്റ് മേ ബി എ ബിസിനസ് ഗ്രാഫ്, ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫീൽഡിലും നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. നോട്ട് ഓൺലി ആൻ ഇമേജ്, ഒരു പിക്ചർ വെറുതെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ മാത്രമല്ല, നമ്മുടെ ബിസിനസ് ആവശ്യാർത്ഥമായിട്ട് പല ഗ്രാഫുകൾ, പല ഡ്രോയിങ്സ്, പിന്നെ എഞ്ചിനീയറിംഗ് പലതരത്തിലുള്ള എഞ്ചിനീയറിംഗിന് ആവശ്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്ക്സ് അതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാവുന്നതാണ്.
In computer graphics, 2 or 3 dimensional pictures can be created that are used for research. നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ 2 dimensional പിക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, 3 dimensional പിക്ചറും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 2 dimensional പിക്ചർ എന്ന് പറഞ്ഞാൽ അതിന് ലെങ്തും ബ്രെഡ്ത്തും മാത്രം സൂചിപ്പിക്കുന്നതാണ് 2 dimensional. 3 dimensional എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് വരും, വിഡ്ത്ത് വരും, ഹൈറ്റ് വരും. ഓക്കെ, അപ്പോൾ 3 dimensions ഉള്ള പിക്ചേഴ്സും നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Many hardware devices algorithm has been developing for improving the speed of picture generation with the passes of time. That means ഇപ്പോൾ വരുന്ന പല ഡിവൈസസും ഗ്രാഫിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ ഹാർഡ്വെയർ അതിനനുസരിച്ചിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പല അൽഗോരിതങ്ങളും പല ടെക്നോളജിയിലും ഡീല് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലുള്ള ഹാർഡ്വെയർ ആണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. It includes the creation storage of models and image of objects. These models for various fields like engineering, mathematical and so on. പല ഫീൽഡിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇമേജസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. Today, computer graphics is entirely different from the earlier one. മുൻകാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു അതുപോലെയൊന്നുമല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് ആയിരുന്നു, അവിടെ പിന്നെ കളർ പിക്ചേഴ്സ് വന്ന് ഇപ്പം നമ്മൾ ഫുൾ HD പല രീതിയിൽ എത്തിയിരിക്കുകയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് ആൻ ഇൻ്ററാക്റ്റീവ് യൂസർ can control the structure of an object of various input devices. ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇൻറ്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റം നമ്മളോട് എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്ന. വെർച്വൽ റിയാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, വെർച്വൽ റിയാലിറ്റി നമ്മൾ ആ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ, നമ്മൾ ആ ഒരു മിററും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വേറൊരു വേൾഡിൽ എത്തിപ്പെട്ട പോലെയും അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്ന അതൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒരുപാട് വലിയ കാര്യങ്ങളാണ്. അപ്പം ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ടുഡേ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ ഏർലിയർ വൺ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് നമുക്ക് സാധിക്കുന്നൊരു കാര്യം ഇല്ല, എങ്കിലും നമ്മളത് സാധ്യമാക്കിയിട്ടുണ്ട്. ഓക്കെ, നോട്ട് എഴുതുന്ന സമയത്ത് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് യൂസർ ആണ്, ക്യാൻ കൺട്രോൾ it is an interactive user can control the structure of an object of various input devices. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ it is the use of computers to create and manipulate pictures on a display device. അപ്പോൾ ഇതെന്താണ്? നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് പിക്ചറിനെ ക്രിയേറ്റ് ചെയ്യുക, ദെൻ മാനിപ്പുലേറ്റ് ചെയ്യുക. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യുക on a display devices. It is the use of computers to create and manipulate pictures on a display device. It comprises of software techniques to create, store, modify, represent pictures. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇൻക്ലൂഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിക്ചർ ക്രിയേഷന്. പിന്നെ നമ്മൾ പിക്ചർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, പിന്നെ പിക്ചർ മോഡിഫൈ ചെയ്യുന്നുണ്ട്, പിന്നെ പിക്ചറിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് സ്ക്രീനിൽ. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ക്രിയേറ്റ്, സ്റ്റോർ, മോഡിഫൈ, റെപ്രസെൻറ്റ് പിക്ചേഴ്സ്. Computer graphics is an art of drawing pictures on computer screens with the help of programming. പ്രോഗ്രാമിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ക്രീനിൽ പിന്നെ നമുക്ക് പിക്ചർ ഡ്രോ ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് is an art of drawing pictures on computer screens with the help of programming. It involves computations, creation and manipulation of data. In other words, we can say that computer graphics is a rendering tool for the generation and manipulation of images.
എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നമ്മുടെ ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, ഷൂ മേക്ക് ചെയ്യുന്ന ഒരു കമ്പനി. അതിന് വളരെ നന്നായിട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഒരു 5 years ഉള്ള പ്രോഗ്രസ് നമുക്ക് കാണിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ടെക്സ്ച്വലി നമ്മൾ എഴുതി കാണിക്കുമ്പോൾ, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുമ്പോൾ, എഴുതിയിട്ട് കാണിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് വേറൊരാൾക്ക് മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രാഫായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതൊരു മെയിനായിട്ടൊരു റീസൺ ഞാനിവിടെ കൊടുത്തുന്നേ ഉള്ളൂ. സപ്പോസ് എ ഷൂ മാനുഫാക്ചറിങ് കമ്പനി വാണ്ട് ടു ഷോ ദ സെയിൽ ഓഫ് ഷൂസ് ഫോർ 5 years. ഫോർ ദിസ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഈസ് ടു സ്റ്റോർ. So a lot of time and memory will be needed. This method will be tough to understand by a common man. In this situation, graphics is a better alternative. Graphics tools are charts and graphs. Charts and graphs and graphics. Using graphs, data can be represented in pictorial form. A picture can be understood easily just with a single look. Just ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിക്ചറിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉണ്ട്. ഇന്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2-way കമ്മ്യൂണിക്കേഷൻ ആണ് അത്, ഇന്ററാക്റ്റീവ്. അത് നമുക്കൊന്നുകൂടെ പഠിക്കാനുണ്ട്. ഇന്ററാക്റ്റീവ് ആൻഡ് നോൺ ഇന്ററാക്റ്റീവ് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഞാനൊന്നുകൂടെ എടുക്കും. ജസ്റ്റ് ഇവിടെ ഓർമ്മിച്ച് വെക്കുക. ഇന്ററാക്റ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇസ് എ 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. 2-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ കമ്പ്യൂട്ടർ വിൽ റിസീവ് സിഗ്നൽസ് ഫ്രം ദ ഇൻപുട്ട് ഡിവൈസസ് സിഗ്നൽസ് സ്വീകരിക്കുകയും പിന്നെ പിക്ചർ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യുന്ന പിക്ചേഴ്സ് വിൽ ബി ചേഞ്ച്ഡ് ക്വിക്കലി. നമ്മൾ ഓരോ കമൻറ്റ് കൊടുക്കുന്ന സമയത്ത് പിക്ചറിന് ചേഞ്ചസ് വരുന്നത്, അത് നമുക്ക് അതിനനുസരിച്ചുള്ള മറുപടിയും തരുന്നത്. അതാണ് 2-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Interactive computer graphics work using the concept of 2-way communication between computer users. The computer will receive signals from the input device and the picture is modified accordingly. Picture will be changed quickly when we apply command. നമ്മൾ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പിക്ചറിൽ പെട്ടെന്ന് ചേഞ്ചസ് ഒക്കെ വരുത്താൻ സാധിക്കും. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. Computer graphics is classified into 3 types. Generative graphics ഉണ്ട്. ആ generative graphics used to draw line, circle, ellipse, അപ്പോൾ ഓരോ ഷേപ്സ് വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇമേജ് അനാലിസിസ് ഉണ്ട്. അത് നമുക്ക് പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്യാൻ, ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇമേജ് അനാലിസിസ്. പിന്നെ ലോങ്ങിറ്റീവ് ഉണ്ട്. ലോങ്ങിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക് ഇമേജസ് ഹാൻഡിൽ ചെയ്യുന്നതാണ് ലോങ്ങിറ്റീവ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. റാസ്റ്റർ ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ വേറൊരു തരത്തിൽ എന്താണ്? വെക്റ്റർ ഗ്രാഫിക്സ് ഉണ്ട്. റാസ്റ്റർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ പിക്സൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. പിക്സൽസ്, നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് ലോട്ട് ഓഫ് പിക്സൽസ് ആണ്. ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ആയിട്ട് ഇതെന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പിക്സൽസ്. ആ പിക്സൽ ഗ്ലോ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പിക്ചർ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റാസ്റ്റർ ഗ്രാഫിക്സ് പിക്സൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഇമേജ് ഡ്രോ ചെയ്യാൻ. അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട്, ബിറ്റ് മാപ്പ് എന്ന് പറയും ഇമേജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം, ബിറ്റ് മാപ്പ് ഇമേജസ് ഇൻ വിച്ച് എ സീക്വൻസ് ഓഫ് ഇമേജസ് ഈസ് ഇൻ ടു സ്മോളർ പിക്സൽസ്. സ്മോളർ പിക്സൽസ് ഉപയോഗിച്ചിട്ട് വരക്കുന്നത്. ബേസിക്കലി ബിറ്റ് മാപ്പ് ഇൻഡിക്കേറ്റ്സ് എ ലാർജ് നമ്പർ ഓഫ് പിക്സൽസ് ടുഗെദർ. ഒരു ബിറ്റ് മാപ്പ് പിക്ചർ എന്ന് പറയുന്നത് ഒരുപാട് പിക്സൽസ് ആണ് ഉണ്ടാവുക. പിന്നെയുള്ളത് വെക്ടർ ഗ്രാഫിക്സ് ആണ്. വെക്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇൻ വെക്ടർ ഗ്രാഫിക്സ് മാത്തമാറ്റിക്കൽ ഫോർമുല ആർ യൂസ്ഡ് ടു ഡ്രോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ്, ലൈൻസ്, ഓബ്ജക്ട്സ് ആൻഡ് സോ ഓൺ. വെക്ടർ ഗ്രാഫിക്സിൻ്റെ അകത്ത് നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പല ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പലതരത്തിലുള്ള ഷേപ്പും ലൈൻസും ഓബ്ജക്ട്സും കാര്യങ്ങളൊക്കെ വരക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ജനറേറ്റീവ് ഗ്രാഫിക്സ് ഉണ്ട്, ഇമേജ് അനാലിസിസ് ഉണ്ട്, ലോങ്ങിറ്റീവ് ഉണ്ട്, പിന്നെ റാസ്റ്റർ ഗ്രാഫിക്സ് ഉണ്ട്, വെക്ടർ ഗ്രാഫിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.